ആധുനിക കാലഘട്ടത്തിൽ നമ്മളെയൊക്കെ ഉത്കണ്ഠാകുലരാക്കുന്ന ഒരു കാര്യമാണ് കുടുംബങ്ങളിൽ, ദമ്പതികൾ തമ്മിൽ, കുടുംബാംഗങ്ങൾ തമ്മിൽ, അതുപോലെ തന്നെ ഇടവകയിൽ, സംഘടനകളിൽ, സമുദായത്തിൽ, രൂപതകളിൽ, രാഷ്ട്രങ്ങളിൽ എല്ലാം ഉണ്ടാകുന്ന ഭിന്നതകൾ, അനൈക്യങ്ങൾ. ഇന്ന് സഭയുടെ ഐക്യത്തിന് വേണ്ടി ഈശോ നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ചിന്താവിഷയം. എപ്പോഴാണ് ഈ അനൈക്യം ലോകത്തിൽ ഉണ്ടായത്? അനാദി മുതൽ തന്നെ ലോകത്തിൽ അനൈക്യം ഉണ്ടായതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുവാൻ സാധിക്കും. ആദ്യം ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ മാലാഖമാരുണ്ടായിരുന്നു, പിശാചുക്കളും ഉണ്ടായിരുന്നു. മാലാഖമാരിൽ ഏതാനും പേര് പിഴച്ചുപോയി. അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നു. അവർ ഭൂമിയിൽ വരുന്നു. ഈ ഭൂമിയിൽ ഉള്ള ജനങ്ങളെയും അവർ വഴിതിരിക്കുന്നു. അങ്ങനെയാണ് ആദാമിനെയും ഹവ്വായെയും അവർ ദൈവത്തോട് ചേർന്ന് ആയിരുന്നു എന്ന് വരികയും അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സർപ്പത്തിന്റെ രൂപം എടുത്തുകൊണ്ട് സാത്താൻ ദൈവത്തിനെതിരായി തെറ്റ് ചെയ്യുവാനായിട്ട് ആദ്യ മാതാപിതാക്കന്മാരെ പ്രേരിപ്പിക്കുന്നു. പിന്നീട് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 4-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ആബേലും കായനും തമ്മിലുള്ള കൊലപാതകത്തെ കുറിച്ച് നാം കാണുന്നുണ്ട്. കാരണം രണ്ടുപേരും ബലിയർപ്പിച്ചതിൽ ആബേലിന്റെ ബലി സംപ്രീതനായ ആ കാര്യത്തിൽ തന്റെ സഹോദരനായ കായൻ അസൂയാലുവാകുകയും സഹോദരനെ വധിക്കുകയും ചെയ്യുന്ന സംഭവം. പിന്നീട് ആബേലിന് പകരം ദൈവം കൊടുത്ത ആദ്യ മാതാപിതാക്കന്മാരെ കൊടുത്ത മകനായ സെത്തിന്റെയും അതുപോലെ തന്നെ പാപിയായിരുന്ന കായന്റെയും സന്താന പരമ്പരകളെ തമ്മിൽ അകറ്റി നിർത്തി ദൈവം ഉണർത്തുകയാണ്. എന്നാൽ പിന്നീട് അവർ തമ്മിൽ ഐക്യപ്പെടുവാനൊരു കാരണമുണ്ടായി. അങ്ങനെ വന്ന അവസരത്തിലാണ് അതിക്രൂരന്മാരായ ആളുകള്, രാക്ഷസന്മാര്, അല്ലെങ്കിൽ വലിയ പാപികളായിട്ടുള്ള ആളുകൾ ഉദയം ചെയ്യുന്നത് മല്ലന്മാരെന്ന പേരിൽ. അത് തിന്മയിലേക്ക് നയിക്കുകയാണ്. കാരണം നന്മയും തിന്മയും തമ്മിൽ കൂടിക്കലരുവാൻ പാടില്ല. മാലാഖമാരുടെ മക്കളും സാധാരണ മക്കളും തമ്മിൽ സംയോജിച്ച് കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള മല്ലന്മാരുണ്ടാവുക. കാരണം നല്ലവരെയും കൂടി തിന്മയിലേക്ക് കൊണ്ടുപോകുവാൻ കാരണമായി തീരും. പിന്നെ നമ്മൾ ഇസ്രായേലിനെ ചരിത്രമെടുത്താൽ ഇസ്രായേൽ വംശവും യൂദയ വംശവുമായിട്ട് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം തന്നെ വിഭജിക്കുന്നതായിട്ട് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് പഴയ നിയമത്തിൽ മാത്രമല്ല, അപ്പസ്തലന്മാരുടെ ഇടയിൽ നമ്മൾ കാണുന്നുണ്ട്. ഞങ്ങളിൽ ആരാണ് വലിയവൻ, ഞങ്ങളിൽ ആരാണ് ഗുരുവിന്റെ കാല് കഴുകുന്നത്, ഇതൊക്കെ അവർക്ക് ആശയ ഭിന്നത ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു. എന്നാൽ പിന്നീട് ഈശോയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈശോയുടെ ശിഷ്യന്മാരുടെ ഐക്യത്തിന് വേണ്ടി ആ ശിഷ്യന്മാർ മാത്രമല്ല അവരുടെ പിന്നാലെ വിശ്വസിക്കാനിരിക്കുന്ന നമ്മൾക്ക് വേണ്ടിയും ഈശോ പ്രാർത്ഥിക്കുകയാണ്. അതിലെ ഫലമായിട്ട് പിന്നീട് പെന്തക്കോസ്ത് ഈ അപ്പസ്തലന്മാർ തമ്മിൽ ഐക്യമുണ്ടാകുന്നു. പിന്നീട് അവരൊരിക്കലും ഭിന്നിക്കുന്നതായി നാം കാണുന്നില്ല. ആദിമസഭയിലെ പക്ഷേ ഭിന്നതയുണ്ടായി. കാരണം എബ്രായ ഭാഷ സംസാരിക്കുന്നവരും ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരും തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായപ്പോഴാണ് അത് പരിഹരിക്കുവാൻ വേണ്ടി ഡീക്കന്മാരെ തെരഞ്ഞെടുത്തു. അങ്ങനെ അവർ ആ അഭിപ്രായ ഭിന്നത പ്രശ്നങ്ങൾ പരിഹരിക്കുകയുണ്ടായി. കൊറിന്ത്യസിലെ സഭയിലേക്ക് പൗലോസ് എഴുതുന്നുണ്ട്. കൊറിന്ത്യസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ ഞങ്ങൾ പൗലോസിനുള്ളവരാണ്, അപ്പോളോസിനുള്ളവരാണ്, കേഫായ്ക്കുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിഭജിക്കുവാൻ പാടില്ല. അപ്പൊ അങ്ങനെ സഭയിൽ വിഭാഗീയമായ ചിന്താഗതികൾ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോസ്തലന്മാർ അതിന് ഫലപ്രദമായ ഉപദേശങ്ങൾ കൊടുക്കുകയും അത് പരിഹരിക്കുകയും ചെയ്തു. സഭയുടെ ചരിത്രത്തിൽ ഭിന്നതകൾ ഉണ്ടാകുന്നുണ്ട്. കാരണം റോമിലെ സഭയും ഗ്രീക്കിലെ സഭയും തമ്മിൽ ഭിന്നതയുണ്ടായി. അങ്ങനെയാണ് ഓർത്തഡോക്സ് സഭാ വിഭാഗം ഉണ്ടാവുക. പിന്നീട് ലത്തീൻ സഭയിൽ അല്ലെങ്കിൽ റോമിന്റെ കീഴിലുള്ള മാർപ്പാപ്പയുടെ കീഴിലുള്ള സഭയിലാണ് പിന്നീട് പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം ഉണ്ടാവുക. അങ്ങനെ സഭകളിൽ തങ്ങളിൽ ഭിന്നിച്ച് പലതരത്തിലുള്ളതായ വിഭാഗീയതകൾ ഉണ്ടാകുന്നു. ഇന്നും നമുക്ക് പല രൂപതകളിലും ഇടവകകളിലും അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലുമൊക്കെ ഈ ഭിന്നത ഉണ്ടാകുന്നു. അതിനെല്ലാം കാരണം യുഗാന്ത്യം വരെയും ഈ സാത്താന്റെ സ്വാധീനം ഈ ലോകത്തിലുണ്ടാകുന്നു. കർത്താവിന്റെ 2ാമത്തെ ആഗമനം വരെ കർത്താവ് തന്നെ പറയുന്നുണ്ട്, എന്നെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമായിട്ടായിരിക്കും ആളുകൾ ഉണ്ടാവുക. ഈ തിന്മയുടെ സ്വാധീനത്താൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാകുന്നു, വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകുന്നു, തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നു. എന്നാൽ നമുക്ക് പലതരത്തിലുള്ള ഐക്യവും സഭയിൽ ഉണ്ടായി. കാരണം
പെന്തക്കോസ്തായ്ക്ക് ശേഷമുണ്ടായ അനുഭവത്തിൽ അപ്പോസ്തലന്മാർ ഐക്യത്തോടെ ജീവിക്കുന്നു. ആദിമ ക്രൈസ്തവ സമൂഹത്തെ കുറിച്ച് അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിന്റെ 4-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് ആദിമസഭയിലെ വിശ്വാസികൾക്ക് ഒരു ഹൃദയവും ഒരു ആത്മാവുമാണ് ഉണ്ടായിരുന്നത്. അത്ര ഐക്യത്തിലാണ് അവർ ജീവിച്ചിരുന്നത്. വിവാഹത്തില് ദമ്പതികൾ വിശുദ്ധകളെന്ന് സാക്ഷിയാക്കി, അതായത് സുവിശേഷത്തിൽ തൊട്ടുകൊണ്ട് ഈശോയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ഇന്നു മുതൽ മരണം വരെ ഞങ്ങൾ സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എല്ലാം ഞങ്ങൾ ഐക്യത്തോടെ ഏക മനസ്സായി ജീവിച്ചുകൊള്ളാമെന്ന്. ആ ഏക മനസ്സോടുകൂടി ജീവിച്ചിരുന്നതിന്റെ ഒരു ഉദാത്തമായ ഉദാഹരണമാണ് ആദിമ സഭയിൽ നമ്മൾ കാണുക. അതുപോലെ തന്നെ കൊരിന്ത്യൻകാരുടെ 1-ാം ലേഖനത്തില് പൗലോസ് പറയുന്നുണ്ട്, 12-ാം അധ്യായം 12 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ മിശിഹായുടെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഓരോ അവയവത്തിനും ഓരോ ദൗത്യമുണ്ട്. കണ്ണിനും കാതിനും കൈക്കും കാലിനും എല്ലാം വൈവിധ്യങ്ങളാണ്. പക്ഷെ അതെല്ലാം കൂടി ഒരുമിച്ച് ക്രിസ്തുവാകുന്ന ശിരസ്സിനോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അവിടെ ഐക്യമുണ്ടാകുന്നു. അതായത് കൈയും കാലും തമ്മിൽ ഭിന്നിക്കാൻ പാടില്ല, കണ്ണും കാതും തമ്മിൽ ഭിന്നിക്കാൻ പാടില്ല. എല്ലാത്തിനും വ്യത്യസ്തങ്ങളായ ദൗത്യങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഇടവകയിൽ പുരോഹിത ശുശ്രൂഷിക്കുന്നവര്, സന്യാസ ജീവിതത്തിലെ ശുശ്രൂഷ ചെയ്യുന്നവര്, അത്താഴ ശുശ്രൂഷികള്, കൈകാരന്മാരായിട്ടുള്ളവര്, പാരിശ്രമികങ്ങളായിട്ടുള്ളവര്, വിവിധ മിനിസ്ട്രികള്, വിവിധ ഭക്തസംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്നവര്, ഇങ്ങനെ ഓരോരുത്തർക്കും ഈ സഭാ ശരീരത്തിലെ അംഗങ്ങളെന്ന നിലയിൽ, അവയവങ്ങളെന്ന നിലയിൽ വ്യത്യസ്തങ്ങളായ ദൗത്യങ്ങളുണ്ടെങ്കിലും അവ സ്വരൂപിയോടുകൂടി ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച് ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ആ വൈവിധ്യത്തിനിടയിൽ ഐക്യം ഉണ്ടാകുന്നു. അങ്ങനെ ഉള്ള ഒരു ഐക്യത്തിന് വേണ്ടിയാണ് ഈശോ നമ്മളെ ആഹ്വാനം ചെയ്യുക. അപ്പൊ നമ്മള് വിശാലമായിട്ട് അല്ലെങ്കിൽ ഈശോയുടെ പ്രബോധനത്തിനും ഈശോ ശിരസായിരിക്കുന്ന സഭയുടെ കാഴ്ചപ്പാടിനും വ്യത്യസ്തമായ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഐക്യപ്പെടാൻ സാധിക്കുകയില്ല. കാരണം അവരെ മാനസാന്തരത്തിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുക. അതുകൊണ്ട് കത്തോലിക്ക വിശ്വാസത്തിനോ അല്ലെങ്കിൽ ഈശോയുടെ പ്രബോധനങ്ങൾക്കോ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരെ നമ്മൾ അവരെ സ്നേഹിക്കണം. പക്ഷെ അവരുടെ തിന്മയെ നമുക്ക് കോംപ്രമൈസ് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. അവരെ വിധിക്കുവാനല്ല, മറിച്ച് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി അവരെ ശിക്ഷാവിധിയിൽ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് ഈശോ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുക, നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഭയുടെ ഐക്യത്തിന്, കുടുംബത്തിന്റെ ഐക്യത്തിന്, ഇടവകയുടെ ഐക്യത്തിന് വിഘാതമായി നമ്മൾ നിൽക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ സാത്താന്റെ പക്ഷം ചേരുകയാണ്. നമ്മള് ഗോസിപ്പ് വഴിയായിട്ട് അല്ലെങ്കിൽ പരദൂഷണം വഴിയായിട്ട്, നമ്മുടെ ദുരഭിമാനം വഴിയായിട്ട്, നമ്മുടെ സ്വാർത്ഥത വഴിയായിട്ട് നമ്മൾ ആരെയെങ്കിലും ഒക്കെ പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ സാത്താന്റെ പക്ഷം ചേർന്ന് കർത്താവിന്റെ ഇടതുവശത്ത് നിൽക്കാനുള്ള വ്യക്തികളായി മാറുകയാണ്. അവിടെ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി കർത്താവ് നമ്മളെ പഠിപ്പിച്ചതുപോലെ ശുശ്രൂഷകരാകുവാൻ മാറുവാൻ, ശത്രുക്കളെ പോലെ സ്നേഹിക്കുവാൻ, അവിടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നതുവരെയും മാത്രമേ ഈ കർത്താവ് ആഗ്രഹിച്ചതായ ഐക്യം സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് കർത്താവിന്റെ ആ പ്രാർത്ഥന സഫലമാകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമത്തിന്റെ ഫലമായിട്ട് കൂടിയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഐക്യമുണ്ടാകുവാൻ, ഇടവകയിൽ ഐക്യമുണ്ടാകുവാൻ, നമ്മുടെ സമുദായത്തിൽ ഐക്യമുണ്ടാകുവാൻ, നമ്മുടെ രാഷ്ട്രത്തിൽ ഐക്യമുണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.